IPL-ലെ തകർപ്പൻ പ്രകടനത്തിലൂടെ ഇന്ത്യൻ T20 ലോകകപ്പ് സ്ക്വാഡിൽ ഇടം നേടിയ താരമാണ് സഞ്ജു സാംസൺ. ലോകകപ്പിനായി അമേരിക്കയിലെത്തിയ മലയാളി താരം ഇപ്പോൾ ഇന്ത്യൻ സംഘത്തോടൊപ്പം പരിശീലനത്തിലാണ്. സഞ്ജു തന്റെ ബാറ്റിംഗ് മികവ് കൊണ്ടും അതുപോലെ ക്യാപ്റ്റൻസി മികവ് കൊണ്ടും രാജസ്ഥാൻ റോയൽസിനെ ഈ സീസണിൽ ക്വാളിഫയർ 2 വരെ എത്തിച്ചിരുന്നു. അതുപോലെ തന്നെ 531 റൺസുമായി തന്റെ IPL കരിയറിലെ ഏറ്റവും മികച്ച റൺവേട്ടയും താരം ഈ സീസണിൽ നടത്തി. ഇനി T20 വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട മത്സരങ്ങളാണ് സഞ്ജുവിന് മുമ്പിലുള്ളത്. സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി മികവിന് പിന്നിലുള്ള രഹസ്യം എന്തായിരിക്കും? അതുപോലെ തന്നെ T20 വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ഏത് പൊസിഷനിൽ തിളങ്ങാനായിരിക്കും അദ്ദേഹത്തിന് സാധിക്കുക? ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെയുള്ള മറുപടി സഞ്ജു സാംസണിന്റെ ചൈൽഡ്ഹുഡ് പരിശീലകനായ ബിജു ജോർജ് നൽകുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്: സഞ്ജു സാംസൺ വളരെ കാമായിട്ടുള്ള കൂളായ നാച്ചുറൽ ലീഡറാണ്. അത് അണ്ടർ 13-ൽ കേരളയെ നയിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അങ്ങനെയാണ്. അവൻ അവന്റെ ടീംമേറ്റുകൾക്ക് വളരെ വലിയ ആത്മവിശ്വാസമാണ് നൽകുക. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അവന് സ്വിംഗ് മൊമെന്റ്സ് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നതാണ്. അവൻ കളിയെ മികച്ച രീതിയിൽ വായിച്ചെടുക്കുമെന്നും എപ്പോഴും അവൻ ഒരു മികച്ച ലീഡർ ആയിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ അത്ഭുതപ്പെടാൻ പുതുതായി ഒന്നും തന്നെ ഇല്ല എന്നും ജോർജ് വ്യക്തമാക്കി. എന്നാൽ T20 വേൾഡ് കപ്പിൽ സഞ്ജുവിനെ ഇന്ത്യക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്: ഇന്ത്യക്ക് സഞ്ജു സാംസണിനെ ഒരു വിക്കറ്റ് കീപ്പറാക്കി മാത്രമല്ല, ഒരു ബാറ്റർ മാത്രമാക്കി തന്നെ കളത്തിലിറക്കാവുന്നതാണ്. അവന് ഏത് സ്ലോട്ടും ഫിറ്റാണ്. ടീം മാനേജ്മെന്റിന്റെ കയ്യിലാണ് എവിടെ ഫിറ്റാക്കണമെന്ന കാര്യം കിടക്കുന്നത്. ഞാൻ ആ സ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ സഞ്ജുവിനെ നമ്പർ 3-ലായിരിക്കും കളിപ്പിക്കുക. അതുപോലെ നമ്പർ 4-ൽ സൂര്യകുമാർ യാദവിനെയും നമ്പർ 5-ൽ ഋഷഭ് പന്തിനെയായിരിക്കും കളിപ്പിക്കുക എന്നും കോച്ച് പറഞ്ഞു. നമുക്കറിയാം, സഞ്ജു സാംസൺ ഇത്തവണ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി തിളങ്ങിയത് നമ്പർ 3 പൊസിഷനിലാണ്. പക്ഷേ ഇന്ത്യൻ ടീമിലേക്ക് വരുമ്പോൾ ആ പൊസിഷനിൽ കളിക്കാൻ സാധ്യത കൂടുതൽ വിരാട് കോഹ്ലി തന്നെയാണ്. ചിലപ്പോൾ വിരാട് കോഹ്ലി ഓപ്പണിംഗിൽ വരും. അപ്പോൾ സഞ്ജു സാംസണിന് മൂന്നാമനായി ചിലപ്പോൾ കളത്തിലിറങ്ങാൻ സാധിക്കും. അല്ലെങ്കിൽ ഓപ്പണിംഗിൽ രോഹിത് ശർമ്മയും യശസ്വി ജയ്സ്വാളായിരിക്കും ഇന്ത്യക്ക് വേണ്ടി കളത്തിലിറങ്ങുക. അങ്ങനെ വന്നാൽ കോഹ്ലി മൂന്നാമനായി കളത്തിലിറങ്ങും. നാലാമനായി സൂര്യകുമാർ യാദവ് ആയിരിക്കും ബാറ്റിംഗിന് ഇറങ്ങുക. നമ്പർ 5 പൊസിഷനിൽ വിക്കറ്റ് കീപ്പറായി ഋഷഭ് പന്തിനാണ് ഇപ്പോൾ കൂടുതൽ സാധ്യതകൾ കാണുന്നത്. സഞ്ജു വിക്കറ്റ് കീപ്പറിൽ രണ്ടാമത് ഓപ്ഷൻ ആയിരിക്കുമെന്നാണ് പലരും പറയുന്നത്. ഇതെല്ലാം കാത്തിരുന്നു കാണേണ്ട കാര്യം തന്നെയാണ്. ജൂൺ 5-ന് അയർലൻഡിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ പോരാട്ടം. ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ സഞ്ജുവിന് സ്ഥാനമുണ്ടോ? ഏത് പൊസിഷനിലാണ് സഞ്ജു കൂടുതൽ യോഗ്യൻ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.